ഹലോ, വെൽക്കം ടു ദ ചാനൽ. ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാനുള്ളൊരു ആലോചനയിലാണ്. എങ്ങനെ തീരുമെന്നൊന്നും അറിയത്തില്ല. അപ്പം ഏട്ടനുമായിട്ട് സംസാരിക്കുന്ന ഏട്ടനെ ഇങ്ങനെ ഭയങ്കര നാണം കേട്ടോ. ഇത് ഏട്ടൻ്റെ സ്വന്തം ആപ്പ. അവരുടെ ഓഫീസിലെ വണ്ടിയാണ്. ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. വീട് വരെയൊക്കെ ഒന്ന് എൻ്റെ ഡ്രോപ്പ് ചെയ്യും വണ്ടിയിൽ. വീഡിയോ എടുക്കുന്നതിന് ഒരു ചളുപ്പം ഉണ്ടാട്ടോ പുള്ളി ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഗ്യാസ് വണ്ടി വന്നു. അപ്പം പിന്നെ അവിടെ ഞങ്ങളൊരു 2 മിനിറ്റ് നിന്നു. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കുറ്റവും കാര്യമൊക്കെ പറയും. ഇത് ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ചുകൂടെ, എനിക്കങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും ഒക്കുന്നില്ല എന്നൊക്കെ. അതിനൊക്കെ നല്ല മറുപടി തന്നു. പിന്നെ വണ്ടി മാറ്റി ഞങ്ങൾ വീട്ടിലോട്ട് പോവുക. ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണെ കുഞ്ഞവിടെ. ഞാനും അനിയത്തിയും കുഞ്ഞും കൂടെ എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ പോകാൻ വേണ്ടി. അപ്പോൾ കുഞ്ഞിനെ രാവിലെ അങ്ങോട്ട് ആക്കിയായിരുന്നു. എനിക്ക് വീട്ടിൽ ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അലക്കാനും കാര്യങ്ങളുമൊക്കെ. അപ്പം അവളുണ്ടെങ്കിൽ എനിക്ക് കാര്യങ്ങൾ നടക്കത്തില്ല. ഇത് എനിക്ക് നമ്മുടെ കല്ലൂരിൻ്റെ ഫ്രണ്ടാട്ടോ സായി മോള്, അത് അവളുടെ ചേച്ചി പാറും. അപ്പോൾ അമ്മ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ തന്നെ മുളകൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട്, ഉണക്കെ ആയില്ലേ, ഇനിയിപ്പോൾ മുളകൊക്കെ ഉണക്കുന്നേ ഉള്ളൂ എല്ലാ വീട്ടിലും. ഇതാ ഏട്ടൻ്റെ വീട്. ഏട്ടൻ്റെ അച്ഛൻ കിടന്ന് ഉറങ്ങുന്നു. ഞാൻ കയറി ചെന്നപ്പം അവിടെ നല്ല വീട് പാട്ടൊക്കെ ഇട്ട് നിൽക്കുക. കല്ലിൻ്റെ നൃത്തങ്ങൾ തുടങ്ങി. ചെടി നോക്കണേ, ഞങ്ങൾ ഭയങ്കര മാച്ചിങ്. കുറച്ച് എൻ്റെ പട്ടിഷൊക്കെ ആവാനേ ലിപ്സ്റ്റൊക്കെ ഇട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി. അവളവിടെ ഭയങ്കര പൊട്ടി. പറയുന്നത്ര ഒരുക്കമൊന്നുമില്ല, ഈ കാണുന്ന ഒരുക്കമൊന്നുമില്ല, വെറുതെ അല്ല ഒരു. അത് എൻ്റെ അമ്മ അവിടുന്ന് കറിക്കൊക്കെ അരിയുമായിരുന്നു. കല്ലു മണ്ണിക്കളി ഇച്ചിരി കൂടുതൽ. കല്ലൂരിപ്പോൾ എപ്പോഴും മണ്ണിലാണ് പരിപാടി. ഞാൻ വഴക്ക് പറഞ്ഞു, എൻ്റെ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയി നടക്കുക. ഇപ്പം എൻ്റെ ചെരുപ്പ് ഇട്ടുണ്ടായി അങ്ങ് നടക്കുന്ന പുള്ളിക്ക് ആ ചെരുപ്പ് വേണം. സ്വന്തം ചെരുപ്പിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മൂമ്മയുടെ വീട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങുമായിരുന്നു. ഡ്രസ്സ് ഇടുന്ന കാര്യം എൻ്റെ കൊച്ചിന് തീരെ ഇഷ്ടമല്ല. പുള്ളി ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണം. ഡ്രസ്സൊന്നും ഇടുന്നതേ ഇഷ്ടമല്ല. ഇട്ട് കഴിഞ്ഞാലും ഉടനെ ഊരിക്കളയും. പിന്നെ ഒരു വിധം എല്ലാം പിടിച്ചിരുത്തി. ഈ ഡ്രസ്സിനാണെങ്കിൽ അപ്പടി വള്ളി 2 സൈഡിലുമായിട്ട് 4 എണ്ണം ഉണ്ട്. അതെല്ലാം കെട്ടി. അപ്പോൾ പുള്ളിക്ക് കളിക്കാൻ അപ്പോഴും സാധനങ്ങൾ വേണം. അതിന് കുപ്പിയൊക്കെ ഇട്ട് കളിച്ചോണ്ടിരിക്കുക. ഞാൻ പിന്നെ ഇങ്ങനെ പോകുമ്പോൾ എല്ലാം ഞാൻ പൗഡറൊക്കെ ആയിട്ട് നടക്കുന്ന, പൗഡർ കളിപ്പാട്ട്. കല്ലുവിനെ മയക്കുന്ന എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ കല്ലുവിൻ്റെ സ്വഭാവം മാറും. കണ്ടോ, ബാഗിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് പോകും. അമ്മൂമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. എൻ്റെ ചെരുപ്പൊക്കെ ഇടിച്ചു കേട്ടോ. അപ്പം എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് കൊച്ചു ഇറങ്ങുക. അമ്മയോടും അച്ഛനോടും ഒക്കെ ടാറ്റ പറഞ്ഞ് കൊച്ചു പോകും. ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. കല്ലൂരിനൊരു സ്വഭാവമുണ്ട്, എവിടെ പോയാലും ഉടനെ ഒരു തുള്ളി പോലും നടക്കത്തില്ല. നേരത്തെ നടക്കത്തില്ല, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വേറെ കയ്യിലോട്ടേ പോകത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഏട്ടനുണ്ടാവും, ഏട്ടൻ്റെ കയ്യിലേ പോവും. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. എനിക്കാണ് എടുത്തുകൊണ്ട് നടക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലോട്ട് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഏട്ടൻ്റെ വീട് കഴിയുമ്പോഴാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. അപ്പം അടുത്തടുത്ത വലിയ ദൂരമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് പോലും വേണ്ട. പിന്നെ ഞങ്ങൾ നടന്ന് വരുമ്പോൾ 10 മിനിറ്റൊക്കെ ആവും. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് കയറിയിട്ട് പോകുന്ന വെച്ചാൽ ബസ്സിന് അപ്പോൾ ഇച്ചിരി സമയമുണ്ട്. അവിടെ നല്ല ഓടിപ്പടച്ച് വരുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് വീട്ടിലോട്ടൊന്ന് പോയിട്ട് പോകാം. ഈ കാണുന്ന വീടില്ല കേട്ടോ, ഞങ്ങളുടെ വീട് അപ്പുറത്തിരിക്കുന്നത് ഒരു കുഞ്ഞു വീടാട്ടോ. അവിടെ ഇപ്പോൾ നമ്മൾ റെൻറ്റിന് താമസിക്കുക. ഇപ്പോൾ കല്ലു അവിടെ ഇരുന്നപ്പോൾ ആ സോളാറിൻ്റെ ഇതിൽ കിടന്ന് കളിക്കുക. പുള്ളിക്ക് ഇങ്ങനെ ഈ മെറ്റിലേക്കൂടെ ഓടി നടക്കുന്നത് അത് അവൾക്ക് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് ചേച്ചിയും, ഇത് ചേച്ചി, അവളുടെ ചിറ്റയാണ്, അവൾ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അനിയൻ്റെ വൈഫാണ് കേട്ടോ, ഏട്ടൻ്റെ അനിയൻ്റെ വൈഫാണ് അവൾ. അവളെന്തൊക്കെയോ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ബസ്സിന് സമയമായിരുന്നു. കല്ലൂരിനോട് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഉണ്ടല്ലോ ഒന്നും രക്ഷയില്ല. കല്ലൂരിനോട് ഞാൻ പറഞ്ഞു, ഇനി ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മളെ ഒരുമാതിരി കളിയാക്കുന്ന പോലെ പുള്ളിക്കാരിയുടെ കളിയൊക്കെ.
എല്ലാം അങ്ങനെ. അപ്പോൾ ഇതാണ്ട് ഞങ്ങൾ പടക്കുതിര വരുന്നുണ്ട്, രാവിലെ വന്ന് പടക്കുതിര. അച്ഛനെ കണ്ട് എൻ്റെ ചിരിയൊക്കെ കേട്ടോ. ഇത് അച്ഛനാണെങ്കിൽ ഭയങ്കര നാണം വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവൾക്കൊരു പുതപ്പുണ്ട്, ആ പുതപ്പില്ലാതെ കല്ലുനൂറ് രക്ഷയില്ല. അത് കവർ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി എന്നോട് കിടന്ന് വഴക്കായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ കൊണ്ടുവന്നു. പിന്നെ അച്ഛനും ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് നടക്കാൻ പോകും. ഏട്ടൻ ഇനിയിപ്പോൾ വീട്ടിൽ പോയി ചോറൊക്കെ ഉണ്ണും. അത് എൻ്റെ ജോലിക്ക് പോകുന്നത് അടുത്ത ജോലി. അപ്പോഴത്തേക്കും ഉണ്ണാനൊക്കെ വരും. അപ്പോൾ ഏട്ടൻ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. സ്റ്റോപ്പിൽ വന്നിരുന്നു. നല്ല കട്ട പോസ്റ്റായിരുന്നു. ബസ് വന്നതോ താമസിച്ച്, ഒരു 5 മിനിറ്റോടെ ബസ് താമസിച്ചിരുന്നാൽ ഞാൻ വീട്ടിൽ ചെന്ന് എന്നെ അമ്മൂമ്മയുടെ അടുത്ത് പോകത്തില്ല, ഞാൻ തിരിച്ച് വീട്ടിൽ വന്നേനെ. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഇഷ്ടമേ അല്ല. പിന്നെ ഞാനും കല്ലു ഏതാണ്ടും ഒക്കെ പറഞ്ഞു. അപ്പോൾ വേറൊരു ബസ് വന്നു. ആ ബസ് വന്നപ്പോഴത്തേക്കും കല്ലു പറഞ്ഞു നമുക്ക് പോകാനുള്ള ബസ്സാണ്. അവൾ ഓർത്ത്, അവൾ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു ആ ബസ് കണ്ടപ്പോൾ. അപ്പോൾ പുറകിലത്തെ കട അടച്ചതിൻ്റെ അതെങ്ങനെ ആ കാര്യങ്ങളെന്നൊക്കെ നോക്കുമായിരുന്നു. അവിടെ ഈ ബസ് അവൾ വിചാരിച്ച നമുക്ക് കയറി പോകാനുള്ള ബസ്സാന്ന് വിചാരിച്ചു. പാവം ആ ബസ്സും പോയി. 2 ബസ് പോയിട്ട് ഞങ്ങളുടെ ബസ് വന്ന്. മടുത്ത് അവിടെ ഇരുന്നിരുന്നത്. വെയിലാണ്, ഒരു രക്ഷയില്ല, നല്ല പൊള്ളുന്ന വെയിൽ. പിന്നെ ഒന്ന് കല്ലു അങ്ങ് ഉറങ്ങിപ്പോയി. അവളങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയി. ഇന്നലെ പതിവില്ലാതെ കൊച്ചിച്ചിട്ട് രാവിലെ ഇരുന്നിട്ട് അപ്പോൾ ഉറങ്ങിപ്പോയി. ബസ്സേ കയറി ഉറക്കമായിരുന്നു, അവിടെ ഇറങ്ങിയിട്ട് ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ തോളത്തെടുത്തുകൊണ്ട് പോവാം. അവിടെ നിന്ന് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് ഒരു ഇച്ചിരി നടന്നാൽ മതി അമ്മൂമ്മയുടെ വീട്. ഇതാട്ടോ അമ്മൂമ്മയുടെ വീട്. അമ്മൂമ്മ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അമ്മ. അമ്മൂമ്മയുടെ വീട്ടിലോട്ട് പോവാം. അവിടുത്തെ പട്ടിയുടെ കിടപ്പ് കൊണ്ടു അതിങ്ങനെ കിടക്കും. നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരേ കിടപ്പാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് കയറിപ്പോവാം കിടത്താൻ വേണ്ടി. അല്ല പിന്നെ അവൾക്ക് ഉറക്കം ശരിയാകത്തില്ലല്ലോ. കിടത്തി ഇതാട്ടോ എൻ്റെ മമ്മി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനിയത്തി, ഞങ്ങൾ മമ്മി എന്ന് വിളിക്കുന്നത് കേട്ടോ. അവളെ അവിടെ കിടത്താൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടാന്ന് വിചാരിച്ചു. പാറു എന്തൊക്കെയോ കാണിക്കുന്നു. അമ്മൂമ്മ അവിടെ ഇരുന്ന് കപ്പയൊക്കെ കഴിയുന്നു. അമ്മൂമ്മയുടെ കപ്പയും മീൻകറിയും ചോറും ഒക്കെ ഇട്ടിച്ച് കഴിച്ച് തിന്നാൻ വേണ്ടി വന്നതെന്ന് വിചാരിക്കരുത്. അപ്പൂപ്പന് വയ്യ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഞാനിപ്പോൾ പോകുന്നുണ്ട് അപ്പൂപ്പൻ്റെ അടുത്താണ്. ഡെയിലി രാവിലെ പോയിട്ട് വൈകുന്നേരം വരും. അപ്പോൾ അതാണ് കല്ലു എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. കുരുത്തക്കേടാണ്. അപ്പോൾ ഹായ് ഒക്കെ കാണിക്കാൻ വരുമ്പോൾ ഹായ് കാണിച്ചാൽ അമ്മൂമ്മയുടെ വക ഹായ് ഉണ്ട്, എല്ലാവരുടെ വക ഓരോ ഹായ് ഉണ്ട്. ഞാനിനി അപ്പം തിന്നാന്ന് വിചാരിച്ചു. അപ്പം മുള്ളു കുടുങ്ങി കേട്ടോ. നിങ്ങളിത് കാണുക. പാറുവിനെ പോലെ ഉണ്ടല്ലേ, കറക്റ്റ് ആവുമ്പോ എന്താ പിന്നെ ഇപ്പൊ നാക്കിടിക്കുന്നീ. പിന്നെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ട്. ഇതേട്ടൻ്റെ അമ്മയും അച്ഛനും അമ്മായിമ്മ എൻ്റെ അമ്മായിപ്പൻ അപ്പൂപ്പനെ കാണാൻ വന്ന കേട്ടോ. അപ്പൂപ്പന് വയ്യാതിരിക്കുമ്പോൾ കുറച്ച് ദിവസമായിട്ട് വയ്യാതിരിക്കും. അപ്പം കാണാനായിട്ട് വന്നത്. അപ്പോൾ കല്ല് എന്തൊക്കെയോ കാണിക്കുന്ന അവളുടെ റായോ ഇതായിട്ട്. അപ്പം പിന്നെ സന്ധ്യയായപ്പോഴേ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ വീടിൻ്റെ വാതിൽക്കൽ നിന്നാൽ മതി, ബസ് കിട്ടും. അപ്പം യാത്രയൊക്കെ പറഞ്ഞ് അച്ചാച്ചി കണ്ടില്ല അമ്മൂമ്മ പറഞ്ഞു. നോക്കിയപ്പോഴത്തേക്കും പട്ടിയോട് കഥ പറഞ്ഞില്ല. അച്ചാച്ചിക്ക് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൂച്ചകളോടൊക്കെ എന്ത് കാര്യത്തിലാണ് സംസാരിക്കുന്നതും പാട്ട് പാടുന്നതൊക്കെ. ആളങ്ങനത്തെ ഒരു ടൈപ്പാണ്. പട്ടി മൃഗങ്ങളോടൊക്കെ ഒരു വല്ലാത്തൊരു സിങ്ക. അതുകൊണ്ട് ഇവളിപ്പം അച്ചാച്ചി വിളിക്കുന്ന അണ്ണാന്നാണ്. പക്ഷെ അമ്മ അണ്ണാന്ന് വിളിച്ച് കേട്ട് പുള്ളിക്ക് ഇപ്പം അത് അണ്ണനായി. അത് വിളിക്കുന്നതേ ഒരു ഫാഷനിലാണ്, അണ്ണേന്ന് വിളിക്കും. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ചിരിയൊക്കെ വരും കേട്ടോ. അവൾ വെളിച്ചാന്ന് വിളിക്കത്തില്ല, അണ്ണേന്ന് വിളിക്കും. അച്ചാച്ചിയുടെ അടുത്ത് പോയാലേ നമുക്ക് മുട്ടായി ഐസ്ക്രീം അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. എന്നാൽ അച്ചാച്ചിയുടെ എടുത്ത് ചെല്ലാനോ അങ്ങനൊന്നും അധികം പോകത്തുമില്ല. കാണുമ്പോൾ ഭയങ്കര പ്രേമമാണ്. അത് കഴിയുമ്പോൾ പിന്നെ വന്നിട്ട് പിന്നെ ഞങ്ങൾ ക്രോസ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ച്. ഇത് മെയിൻ റോഡിൽ തന്നെ വീട്. അപ്പോഴത്തേക്കും ക്രോസ് ചെയ്ത് നിന്നാൽ മതി, അപ്പോൾ ബസ് കയറാം. അങ്ങ് സ്റ്റോപ്പ് വരെ പോകേണ്ടെന്ന് വെച്ച് അവർ രണ്ടുപേരും അപ്പുറത്ത് പോയി നിന്ന് ഞങ്ങൾ വണ്ടിയെല്ലാം പോയി കണ്ടിരിക്കാം. മമ്മി വീഡിയോ എടുക്കുന്നതിന് നാണം കൊണ്ടാണ് കേട്ടോ ആ പരിപാടി. മമ്മിക്ക് സ്ഥിരമുള്ള പരിപാടി അത്. അതുകൊണ്ട് നമ്മൾ ബസ് വരാൻ വേണ്ടി നോക്കി വയ്ക്കുക. ഇപ്പോഴും അത് തന്നെ, ബസ് നല്ല പോസ്റ്റാക്കി വരും. നല്ല ബസ്സൊക്കെ കയറി എല്ലാവരും പല സീറ്റിൽ വരും.
അതുകൊണ്ട് കല്ലു എല്ലാവരും തപ്പിക്കൊണ്ടിരിക്കും. ഞാനിത് തിരക്കി, അവളെ ചാച്ചി അവിടെ വന്ന് തിരക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാറു ഫ്രണ്ടിലായിരുന്നു സ്റ്റോപ്പായപ്പോഴത്തേക്കും എൻ്റെ അടുത്തേക്കാണ് ചെയ്തിട്ട്. അപ്പോഴത്തേക്കും പാറു പറയുന്നത് അടുത്തില്ല. അവൾ അപ്പോഴും അച്ചാച്ചി അന്വേഷിച്ചൊന്നുമില്ല. രക്ഷ എൻ്റെ ഉമ്മയൊന്നും തരത്തില്ലെന്നൊക്കെ അവളുടെ ഡിമാൻഡ്. ഞാനെന്ന് കുറച്ച് ശല്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഉമ്മ വെച്ചിട്ട് ഒരുമാതിരി സൗണ്ടൊക്കെ മാറ്റുന്നു. ഞാൻ എനിക്ക് ഇവിടെ എവിടെയോ ആണ് എന്തോ ഓരോ ഉമ്മയ്ക്കും ഓരോ സൗണ്ടാണ്. അത് പാടിച്ചോണ്ടിരിക്കുക. നല്ല പേരാണ്. എനിക്ക് അങ്ങനത്തെ കാര്യം കണ്ണുമായിട്ട് ബസ്സിൽ പോകുന്നതാണ് ടാസ്ക്കാണ്. ഇപ്പോഴും അങ്ങനെ ശീലമില്ല. നമ്മളെപ്പോഴും എവിടെ പോകാനല്ലേ ഏട്ടനോടല്ലേ പോകുന്നത്. അതുകൊണ്ട് ഈ ബസ്സിൽ പോകുന്ന ഒന്നാമത്തെ കാര്യം വലിയ ടാസ്ക്. ഞങ്ങൾ കുന്നുംപുറം ജംഗ്ഷൻ വന്നു. അതാണ് ഞങ്ങളുടെ മെയിൻ, ഞങ്ങളുടെ അവിടുത്തെ ജംഗ്ഷനാണ്. അവിടെ വന്നപ്പോഴത്തേക്ക് എന്തോ പിന്നെയും പറയുന്നു. അപ്പോഴത്തേക്കും അവിടെ അടുത്തൊരു പള്ളി ഉണ്ട്. ആ പള്ളി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് പള്ളിയെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എവിടുന്ന് അതിൻ്റെ ഡോറടയ്ക്കാൻ നേരത്ത് ഓങ്കുറിയും കുട്ടിച്ചാത്ത പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അതൊന്നും പറയത്തൊന്നുമില്ല. ആകെ ഓരോ വാക്കേ എൻ്റെ കൊച്ചു പറയാറുള്ളൂ. കാറിന് പാല് മാത്രം ഇങ്ങനെ പാപ്പി പാപ്പി എന്ന് പറയും. അവളധികം അങ്ങനെ സംസാരിക്കാനായിട്ടില്ല. പിന്നെ ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പോഴത്തേക്കും അവൾ അച്ചാച്ചിയെ കാണുന്നില്ല. അച്ചാച്ചി പുറകെ നിൽപ്പുണ്ട്. പുള്ളി വിചാരിച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങി വരാൻ മറന്നു പോയിന്ന് വന്നു. പിന്നെ സ്റ്റോപ്പ് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നടക്കാൻ പറഞ്ഞു. വല്ലപ്പോഴും നടക്കുന്നതൊക്കെ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അവിടെ തുള്ളി നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പാറുവിനോട് ഞാൻ പറഞ്ഞു ഇടി ഇപ്പുറത്തെ സൈഡിലോട്ട് വാ, നിന്നെ കാണത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് ഓടി വന്നു എൻ്റെ അടുത്തോട്ട്. പാറു ഇങ്ങനെ സൈഡിലോട്ട് ഓടി വന്നപ്പോഴത്തേക്കും ഉള്ളൂ ഇവളമ്മയുടെ കയ്യിൽ നിന്ന് ഓടിപ്പോയി. അപ്പോൾ ഞാൻ വീഡിയോ അങ്ങ് കട്ട് ചെയ്ത്. പിന്നെ ചേച്ചിയും മോളും കൂടെ കളിച്ച് വരിക. ഞാൻ പോയ വഴിക്ക് വീട്ടിൽ കയറിയിട്ടാട്ടോ പോയത്. പിന്നെ അതേ കല്ലും ഉറങ്ങിപ്പോയി തിരിച്ച് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.